NK പ്രേമചന്ദ്രൻ ഇടതിനൊപ്പം UDF-നൊപ്പവും നിന്ന് കൊല്ലം പിടിച്ചിട്ടുള്ള NK പ്രേമചന്ദ്രൻ തന്നെയാണ് UDF-ന്റെ പോരാളി. കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSPയുടേത് കൂടിയാണ്. RSPയുടെ N ശ്രീകണ്ഠൻ നായർ എന്ന അധികായനിൽ തുടങ്ങി NK പ്രേമചന്ദ്രന്റെ 2 ടേമിൽ എത്തി നിൽക്കുന്നു കൊല്ലം മണ്ഡലത്തിന്റെയും RSPയുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം. സമ്പന്നമായ സാമൂഹിക സാംസ്കാരിക ചരിത്രമുള്ള നാടാണ് കൊല്ലം. കശുവണ്ടി മേഖല, തീരദേശ മേഖല, അങ്ങനെ സാധാരണക്കാരായ തൊഴിലാളി വർഗം ഏറെയുള്ള മണ്ഡലമാണ് കൊല്ലം. തൊഴിലാളി സംഘടനകളും സാമുദായിക സംഘടനകളും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് പ്രധാനമായും കൊല്ലത്തെ ജയപരാജയങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക. കശുവണ്ടി തൊഴിലാളികളും കരിമണൽ തൊഴിലാളികളും മത്സ്യബന്ധന തൊഴിലാളികളും കക്ക വാരുന്നവരും ഉൾപ്പെടെ അടിസ്ഥാന വർഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അതനുസരിച്ച് തന്നെയായിരിക്കും പോളിംഗ് ബൂത്തിൽ കൊല്ലത്തിന്റെ പ്രതികരണവും ഉണ്ടാവുക. CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നു. ഞങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസമല്ല, നല്ല ആത്മവിശ്വാസമാണ്. അല്ലമീനുണ്ട്. അല്ലമീൻ, NK പ്രേമചന്ദ്രൻ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ ഓരോരുത്തരും പരിചിതരാണ്. ഇത്രയും വർഷമായി അവിടെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രേമചന്ദ്രനെയാണ് അവിടെ കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ലോക്സഭയിലായാലും വാശിയേറിയ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഉച്ചത്തിൽ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ കൂടിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തിൽ ഇപ്പോൾ പ്രചാരണം ഏതാണ്ട് ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഉള്ളത്? പ്രതീക്ഷകൾക്കപ്പുറം ഏതെങ്കിലും ആശങ്കയുടെ തരുമ്പ് പോലും ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായി NK പ്രേമചന്ദ്രനും UDF-ഉം കോൺഗ്രസും RSPയും ഒക്കെ പറയുന്നത്. കാരണം കൊല്ലത്തേതായാലും ചെങ്കുടി പാറുമെന്നുള്ളത് ഉറപ്പാണ്. അത് പക്ഷേ RSPയുടെ ചെങ്കുടി ആയിരിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം നേതൃത്വത്തിനുണ്ട്. പല മത്സരം NK പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടുന്നതിനായി പാർട്ടിയിലെ വമ്പന്മാരെയൊക്കെ കളത്തിലിറക്കി കളിച്ച ചരിത്രമാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കാണാനാകുന്നത്. അതിലാദ്യം ഇടതുമുന്നണിയിൽ നിന്ന് പിണങ്ങി UDF-ലേക്ക് വരുന്നു RSP. അതിനുശേഷം അവിടെ സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രൻ വരുന്നു. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അവിടെ ചെന്ന് NK പ്രേമചന്ദ്രനെതിരെ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു. അന്ന് എന്തു വില കൊടുത്തും NK പ്രേമചന്ദ്രനെ പൂട്ടിക്കണമെന്ന ലക്ഷ്യത്തോടെ PB അംഗമായ MA ബേബിയെയാണ് അന്ന് രംഗത്തിറക്കിയത്. കടുത്ത പോരാട്ടം അന്ന് നടക്കുമ്പോഴും ഏതാണ്ട് 37,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ NK പ്രേമചന്ദ്രനെ വിജയിച്ചു കയറാനായി. കഴിഞ്ഞ 2019-ലും അതിനേക്കാൾ വലിയ, അതായത് MA ബേബിയേക്കാൾ കരുത്തനായ ഒരു സാരഥിയെ രംഗത്തിറങ്ങി ഏതു വിധേനയും RSPയുടെ തേരോട്ടം അതോടൊപ്പം NK പ്രേമചന്ദ്രന്റെ തേരോട്ടം തടയുക എന്ന ലക്ഷ്യത്തോടെ KN ബാലഗോപാലിനെ രംഗത്തിറക്കുന്നു. പാർട്ടിപരമായി സംഘടനാപരമായി എല്ലാ തരത്തിലും സജ്ജമായിരുന്നു CPM അന്ന്. എന്ന് മാത്രമല്ല, പാർലമെന്റ് അംഗമെന്ന നിലയിൽ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആൾ കൂടിയായിരുന്നു KN ബാലഗോപാൽ. അന്ന് മത്സരിക്കാനിറങ്ങുമ്പോഴും ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ചരിത്രപരമായ ഭൂരിപക്ഷത്തിലാണ് NK പ്രേമചന്ദ്രൻ വിജയിച്ചു കയറുന്നത്. ഇത്തവണ മുകേഷ് എന്ന എതിർ സ്ഥാനാർത്ഥി വരുമ്പോൾ എത്ര വലിയ അട്ടിമറി നടന്നാലും ഈ 1.5 ലക്ഷത്തോളം ഭൂരിപക്ഷത്തെ ഒരു തരത്തിലും ഇടിച്ചു താക്കാനാകില്ല എന്ന പൂർണ്ണമായ ആത്മവിശ്വാസം അവർക്കുണ്ട്. കൊല്ലത്തിൻ്റെ സ്വന്തം പ്രേമലുവായി NK പ്രേമചന്ദ്രൻ മാറും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസവും അവർക്കുണ്ട്. മറ്റൊന്ന്, NK പ്രേമചന്ദ്രനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് പ്രതിച്ഛായ മണ്ഡലത്തിലില്ല എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം. മികച്ച പാർലമെന്റേറിയൻ, പാർലമെന്റിനകത്തെ മികച്ച പ്രകടനം, അതിന് ലഭിച്ച അംഗീകാരങ്ങൾ, അതൊക്കെ തന്നെ ആളുകൾ വലിയ രീതിയിൽ കാണുന്നുണ്ട്. ഒപ്പം RSPക്ക് മണ്ഡലത്തിലുടനീളമുള്ള സ്വാധീനവും അവർ വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇടത് വോട്ടുകളെ പോലും ചോർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ NK പ്രേമചന്ദ്രൻ പോരാട്ടം നടത്തിയിട്ടുള്ളത്, കുതിച്ചുകയറ്റം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഇടത് വോട്ടുകളിൽ പോലും, ഇടത് കോട്ടകളിലും ഇടത് വോട്ടുകളിലും ഒരുപോലെ ചോർച്ച നടത്തി ആ വോട്ടുകൾ പിടിച്ചെടുത്ത് മുന്നേറുന്ന NK പ്രേമചന്ദ്രനെ വിറപ്പിക്കാനാണെങ്കിൽ പോലും അല്പമൊന്ന് വീർക്കേണ്ടി വരും മുകേഷ് എന്നുള്ളതാണ് നേതൃത്വം ആണയിട്ട് പറയുന്നത്. ഇവിടെ NK പ്രേമചന്ദ്രനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇടതുമുന്നണിക്ക് നടത്താനുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള വിരുന്ന് സൽക്കാരമാണ്. അത് പക്ഷേ ആ രീതി NK പ്രേമചന്ദ്രനെ അറിയുന്ന ആളുകൾക്ക്, NK പ്രേമചന്ദ്രൻ്റെ മതേതര സ്വഭാവം അറിയുന്ന ആളുകൾക്ക് മുന്നിൽ ആ ഒരു ആയുധം അങ്ങനെ അങ്ങ് ഏശിയിട്ടുമില്ല. അതുകൊണ്ട് അതിൽ വലിയ ആശങ്ക UDF ക്യാമ്പിനോ RSP ക്യാമ്പിനോ ഇല്ലതാനും. എല്ലാം കൊണ്ടും RSPയുടെ തറവാട് ഭൂമിയാണ് കൊല്ലം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും
ബോധവും അവർക്കുണ്ട്. എത്ര വലിയ അട്ടിമറി നടന്നാലും വളരെ സുഗമമായി തന്നെ വിജയിച്ചു കയറാനാകും. ഇനി അത്രമേൽ വലിയ അട്ടിമറിയോ അത്രമേൽ വലിയ ആരോപണങ്ങളോ ഇനി അങ്ങോട്ട് വന്നു വീണാൽ പോലും കഴിഞ്ഞ തവണ ഉണ്ടായ 1.5 ലക്ഷം എന്ന ഭൂരിപക്ഷത്തെ നേരിയ തോതിൽ കുറയ്ക്കാമെന്നല്ലാതെ അതുപോലും നടക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിച്ചാൽ പോലും ആ 1.5 ലക്ഷം വോട്ടുകൾ അതിജയിച്ചുകൊണ്ട് മുകേഷിന് വിജയിച്ചു വരാനാകില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ UDFും RSPയും മുന്നോട്ട് പോകുന്നത്. അതേസമയം ഏത് തരത്തിലും മുകേഷ് എന്നുള്ള ജനകീയനെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ NK പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടുക തളയ്ക്കുക എന്നതിലപ്പുറത്തേക്ക് ഒന്നും CPM മുന്നിൽ കാണുന്നില്ല. പക്ഷേ അത് സാധ്യമല്ല. ഇത്തവണയും ഹാട്രിക് വിജയം നേടി പാർലമെന്റിൽ മികച്ച പാർലമെന്റേറിയനായുള്ള പ്രവർത്തനം തുടരാൻ NK പ്രേമചന്ദ്രന് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. പ്രധാനമായും കർഷകർ, അതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളികൾ, സാധാരണ ആളുകൾ, മലയോര മേഖലയിലെ ആളുകൾ, അതോടൊപ്പം തന്നെ സാമുദായിക സമവാക്യവും അവിടെ ഏറെ പ്രധാനമാണ്. ആ സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമാണ് നിലവിൽ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് NK പ്രേമചന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഈ ഘട്ടത്തിൽ കൊല്ലത്തെ കോട്ട കാക്കാൻ പ്രേമചന്ദ്രനെ ഏറെ പണിപ്പെടേണ്ടി വരില്ല എന്നാണ് അല്ലമീൻ പറയുന്നത്.